നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്ന് നമുക്ക് മലയാളിയുടെ നൊസ്റ്റാൾജിയ ഫീലായ പുട്ടും കടലക്കറി ഉണ്ടാക്കിയാലോ? പുട്ടൊരു ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പച്ചരി വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചതാണ് കേട്ടോ. അവിടെ നല്ലപോലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് വരാം. പൊടിച്ച് മറ്റേ പുട്ടിൻ്റെ അരിപ്പയില്ലേ, അതിലാണ് തെള്ളി എടുക്കുന്നത് കേട്ടോ, അരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അരിച്ച് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി അടുത്തതാണ് ഒരു സ്പെഷ്യൽ. നമ്മളിത് വറക്കുന്നില്ല, വറക്കാതെ അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് ഞാൻ. അപ്പോൾ തലേദിവസം തന്നെ നമ്മളിത് പൊടിച്ച് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പുഴുങ്ങുക. നമ്മൾ പിന്നെ തുറക്കരുത്, അങ്ങനെ തന്നെ അടച്ചങ്ങ് വെച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ അത് തുറന്നാൽ മതി. ഇത് അടുപ്പേ വെക്കുമ്പോൾ തന്നെ കടലയും കൂടി അങ്ങ് വെള്ളത്തിൽ ഇട്ടേക്കാം, ഇല്ല പിന്നെ മറന്നു പോകും. അപ്പോൾ രാവിലെ നമുക്ക് ആ കുതിർത്ത കടല കഴുകി വാരി കുക്കറിലേക്ക് ഇടാം. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റല്ല ചതച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മീറ്റ് മസാല ഇട്ട് അതിന് വേണ്ട വെള്ളം ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇത് കണ്ടോന്നാ, പുഴുങ്ങിയെടുത്തല്ലേ. അപ്പം ഞാനിങ്ങനെയാണ് കൊഴുക്കട്ടയ്ക്കായാലും ഇടിയപ്പവും പുട്ടും എല്ലാം ഇങ്ങനെ പുഴുങ്ങിയിട്ട് തന്നെയാണ് മാവെടുക്കാറുള്ളത്, വറുക്കാറില്ല. ഇതാണ് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പുഴുങ്ങി വെച്ചാൽ 2-3 ദിവസം വരെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കാണ് പൊടിച്ചത്. ആ കഷ്ണം എടുത്തങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കിങ്ങനെ കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും നല്ല സാധാരണ പുട്ടിന് കുഴയ്ക്കുന്നില്ലേ, അതേപോലെ പുട്ടിന് കുഴച്ചെടുക്കാം. കണ്ടോ, നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട്. നമ്മൾ പുട്ടിന് കുഴയ്ക്കുമ്പം ഇങ്ങനെ ഉരുട്ടുമ്പം ഇങ്ങനെ ഉരുട്ടി വരണം, എന്നാലാണ് അതിന് വെള്ളം പാകാന്നുള്ളത്. ഇതെൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കടലയുടെ പരിപാടി നോക്കാം. കടലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻ അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളക് ഇട്ടുക. അരിഞ്ഞ് വെച്ച സവോള, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് വഴറ്റാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കടലയുടെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട്, കറിവേപ്പില എത്ര വേണമെങ്കിലും ഞാൻ പറയാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഇടാം. അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഈ 3 പൊടികളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് കടലയുള്ളതുകൊണ്ട് ഞാൻ അളവൊന്നും പറയാഞ്ഞേ. അതിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ കടലയിൽ ഇട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇടാഞ്ഞത്. കടലയിലിട്ട് വേവിച്ച് മാഷ് കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ മാഷ് ഉള്ളതുകൊണ്ടാണ് അങ്ങ് എടുത്തത്. ഇല്ലെങ്കിൽ ചില സമയത്ത് കുറച്ച് കടല എടുത്ത് തണുപ്പിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. എങ്ങനെയായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ കടലക്കറിയൊക്കെ നല്ല അടിപൊളിയായി തിളച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കാം. നമ്മൾ നേരത്തെ മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ പുട്ടുണ്ടാക്കി ആവി പറക്കുന്ന ചൂട് പുട്ട് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവി പറക്കുന്ന ആ കടലക്കറിയും കൂടെ ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിക്കുക അല്ലേ. അങ്ങനെ മലയാളിയുടെ ശരിക്കും പറഞ്ഞ സ്വകാര്യ അഹങ്കാരമാണ് പുട്ടും കടലക്കറിയൊക്കെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് പുട്ടും അടിപൊളി കടലക്കറി ആവട്ടെ. അപ്പോൾ എല്ലാവരും അരിപ്പൊടി വറക്കാതെ ആവിയിൽ വേവിച്ചിട്ട് പുട്ടും കൊഴുക്കട്ടയും ഇടിയപ്പം എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണെന്ന് മാത്രമല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്